ഇന്ത്യയിൽ ആദ്യമായി വയനാട്ടിലെ അമ്പലവയലിൽ സെന്റ് മാർട്ടിൻ ദേവാലയത്തിൽ ഈശോയുടെ തിരുക്കച്ച അഥവാ ടൂറിൻ കച്ചയുടെ നേർപകർപ്പ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇറ്റലിയിൽ ടൂറിൻ കത്തീഡ്രൽ ദേവാലയത്തിൽ 16-ാം നൂറ്റാണ്ടു മുതൽ ഈ തിരുക്കച്ച സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാലാണ് ടൂറിൻ കച്ച എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഒറിജിനൽ കച്ചയ്ക്ക് 2000 വർഷത്തോളം പഴക്കമുണ്ട്. ഇത് 14 അടി നീളവും 4 അടി വീതിയുമുള്ള ഒരു ലിനൻ തുണിയാണ്. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുറിപ്പാടുകളും ചോരപ്പാടുകളും ക്ഷതങ്ങളും ഒപ്പം മുഖചിത്രവും പതിഞ്ഞിരിക്കുന്നു. 1898 ശാസ്ത്രലോകത്തിന്റെ സജീവ ശ്രദ്ധയിൽ ഈ കച്ച എത്തിയത്. ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ സെക്കുന്തോപ്പിയോ 1898 കച്ചയുടെ ഫോട്ടോ എടുത്തപ്പോൾ നെഗറ്റീവ് പ്രിന്റിനു പകരം പോസിറ്റീവ് ചിത്രം ലഭിച്ചു. 1978 മുതൽ 33 ശാസ്ത്രജ്ഞരുടെ ഒരു വിദഗ്ധ സംഘം ഈ കച്ചയെക്കുറിച്ച് നീണ്ട 28 വർഷം പഠനം നടത്തി. ശാസ്ത്ര സംഘത്തിന്റെ പഠനത്തെ തുടർന്ന് പ്രസ്തുത കച്ച 2000 വർഷം പഴക്കമുള്ളതാണെന്നും ക്രൂശിതനായി മരിച്ച യേശുവിനെ പൊതിഞ്ഞ് അടക്കിയതാണെന്നും സ്ഥിരീകരിച്ചു. 56 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ലിനൻ കച്ചയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന ചരിത്രവും ശാസ്ത്ര സത്യങ്ങളും സമ്മേളിക്കുന്നു. ജനുവരി 15 വരെ തീർത്ഥാടകർക്ക് ഈ ടൂറിൻ കച്ചയുടെ നേർപകർപ്പ് കാണാനും വണങ്ങുവാനുമുള്ള അവസരം സെന്റ് മാർട്ടിൻ ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. ഈ തിരുക്കച്ചയുടെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക.